നമസ്കാരം. ഇന്ന് നാളെ നമ്മുടെ 1355 എപ്പിസോഡാണ്. ബാക്കി ഇടയ്ക്ക് വന്ന എപ്പിസോഡുകളെല്ലാം കണക്കിലൊന്നും പെടുത്തിയിട്ടില്ല. ഇപ്പം ഞാൻ കോക്രോച്ച് എന്നും പറഞ്ഞ ഒരു പാർട്ടി രൂപീകരിച്ചു, ഒരു സംഘടന രൂപീകരിച്ചു, തൊഴിലില്ലായ്മയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. അതിൻ്റെ ഫാക്റ്റ് ഞാൻ പറയട്ടെ. അത് ഞാൻ ഈ പ്രാവശ്യം അനാവശ്യമൊന്നും മൂന്നാറിൻ്റെ വിഷയത്തിൽ പറഞ്ഞ പോലെ ഒന്നും പറയുന്നില്ല. കാരണം അത് ഒരു ദേഹോപദ്രവം ലഭിച്ച കേസാണ്. പക്ഷേ ഈ കോക്രോച്ച് എന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്രോച്ച് അതിനാ പാറ്റയ്ക്ക് രക്തമില്ല എന്ന് പറഞ്ഞാൽ തന്തയില്ല, അതിന് മജ്ജയില്ല, മാംസമില്ല, ഒന്നുമില്ല. അപ്പം വെളുത്ത രക്തമാണ്. ഈ ഭൂമിയിൽ ഒരു ജീവിക്കും വെളുത്ത രക്തമില്ല. അതായത് രക്തമല്ല, അതായത് ഞങ്ങളുടെ പശല ഏതാണ്ടൊക്കെയാണ്. അപ്പോൾ അത് കൂട്ടുള്ള നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നാ 8 കോടിയോ 8 മില്യനോ എന്നൊക്കെ പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സിനുണ്ടാകണമെങ്കിൽ വെറും 10,000 രൂപ കൊടുത്താൽ മതി. 1 മില്യൺ. ഞാൻ അത് പെയ്ഡ് ഫോളോവേഴ്സിനെ കിട്ടാൻ ഞാൻ 2-3 ചാനലിൽ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാനൊരു ഫേസ്ബുക്കിന് പണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണ്. ഞാൻ സിനിമയെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ കൃത്യമായിട്ട് അറിയാം. നിങ്ങളതുകൊണ്ട് ഈ ഫോളോവേഴ്സിൻ്റെ ഒന്നും കണക്ക് പറയണ്ട. ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ചെയ്തൊരു തെറ്റല്ല. ഫേസ്ബുക്കിനേക്കാൾ കവച്ച് വയ്ക്കുമോ ഇൻസ്റ്റാഗ്രാം. കാരണം ഇൻസ്റ്റാഗ്രാമിന് തന്ത വേണ്ട, തള്ള വേണ്ട, ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. ഇൻസ്റ്റാഗ്രാമിനും വേണ്ട, മറ്റേ ടെലഗ്രാമിനൊന്നും വേണ്ട. ഫേസ്ബുക്കിന് നമ്മുടെ മുഖം, നമ്മുടെ കണ്ണുകളുടേത്, നമ്മൾ ചെരിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫോട്ടോ എല്ലാം കൊടുക്കണം. ഫേസ്ബുക്കിന് അഡ്രസ്സ് വേണം, അതായത് തന്ത വേണം ഫേസ്ബുക്കിന്. അതായത് നമ്മൾ എല്ലാ ജീവിതത്തിലും അവർ ചോദിക്കും. അപ്പം ഫേസ്ബുക്കിലൊന്നും അങ്ങനെയൊന്നും തെറ്റായിട്ട് ഇടാനൊക്കെയല്ല. അപ്പം അവരത് ബ്ലോക്ക് ചെയ്യും. നമ്മൾ ഫേസ്ബുക്കേ ഇല്ലാതാവും. നമുക്ക് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ, അതായത് പല ചാനലുകൾ BBC-കളൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഫേസ്ബുക്ക്. അതുകൊണ്ട് യൂട്യൂബും വരുമാനത്തിനെക്കുറിച്ചൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അവർ എല്ലാം നമുക്ക് ഒരു ബാഡ് കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരാളെ ചീത്ത വിളിക്കുക, അപ്പം അവരന്നേരം നോക്കും. അവർ 1,00,000-ഓളം കമ്പ്യൂട്ടറുകളും 30,000-ഓളം സ്റ്റാഫും ഉണ്ട് ഫേസ്ബുക്കിന്. അവർ നോക്കും നമ്മളെയാണോ ആദ്യം ചീത്ത വിളിച്ചതെന്ന്, നമ്മളതിൻ്റെ മറുപടി ആയിട്ടാണോ ചീത്ത വിളിച്ചതെന്ന് നോക്കും. അപ്പം അങ്ങനെ അവർ ന്യായീകരിക്കും. കാരണം നമ്മൾ രണ്ടാമതാണ് ചീത്ത വിളിച്ചത്. രണ്ടാമത് നമ്മൾ മാന്യമായിട്ട് ഇടപെട്ടു. മൂന്നാമത് അവർ വീണ്ടും നമ്മളെ ചീത്ത വിളിച്ചു. അപ്പോൾ അവരുടെ ഫേസ്ബുക്കേ ബ്ലോക്ക് ആകുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉള്ള കാര്യമാണോ, രാജ്യദ്രോഹമാണോ, ഒരു ജാതിക്ക് വിഷയം ഉണ്ടാകുന്നതാണോ, ഒരു സമൂഹത്തിന് വിഷയം ഉണ്ടാകുന്നതാണോ, ഈ മയക്കുമരുന്ന് കണ്ടൻറ്റാണോ, ഇതൊക്കെ നോക്കിയാണ്. മ്യൂസിക് പോലും ഒരു കോപ്പിറൈറ്റ് നോക്കിയിട്ടാണ് നമുക്ക് ഏണിങ്സ് തരുന്നത്. അപ്പം അവർ ഇൻസ്റ്റാഗ്രാം വിലക്കെടുത്താണ്. ഇൻസ്റ്റാഗ്രാമിൽ അറിയാമല്ലോ, അഡ്രസ്സ് ഒന്നും വേണ്ട. ഇതിൻ്റെ അങ്ങോട്ട് ലിങ്ക് അങ്ങോട്ടാവും ഇങ്ങോട്ടും ആവും. പക്ഷേ ഇതിനകത്ത് 16 മില്യൺ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പെയ്ഡാണ്. ഇത് കൊടുക്കുന്ന മൊത്തം ഈ പൈസ മൊത്തം ഇന്ത്യയെ തകർക്കാൻ വേണ്ടി. ഞാൻ ഇന്ത്യക്കാരനാണ്. എൻ്റെ ഇതൊന്നും പോയാലും, എൻ്റെ ഈ ഓൺലൈനൊക്കെ പോയാലും ഞാൻ അങ്ങനെ തന്നെ പറയും. ഞാൻ BJPക്കാരനല്ല, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, മാർക്സിസ്റ്റുകാരൻ ഒന്നുമല്ല. ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് വരുന്ന, അതായത് ആദ്യം തീവ്രവാദികളെ കയറ്റിവിട്ടു. എവിടുന്നാണ്? ബംഗ്ലാദേശിൽ നിന്നും കോരന്തികളോ ഏതാണ്ടൊക്കെ അമ്മാരെല്ലാം തിരിച്ചു പോയി. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ പണിക്കാരെ കിട്ടാതെ വന്നത്. ഒറിജിനൽ ബംഗാളികളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നു, ആസാമീസും ബീഹാറുകാരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു ഇവന്മാർ. പിന്നെ പാകിസ്ഥാനിൽ നോക്കി അതെല്ലാം തടഞ്ഞു വെച്ച് തീർത്ത് കളഞ്ഞു. ഇന്ത്യയുടെ 20 പട്ടാളക്കാരെ തല്ലിക്കൊന്നു ചൈനക്കാരെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരും. 40 പേരെ തിരിച്ചു കൊന്നു. അവരുടെ ക്യാപ്റ്റനെ കൊന്ന് മഞ്ഞിനകത്ത് മൂടിയെന്ന് ഇപ്പോഴാണ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴാണ്, എത്ര കൊല്ലമായതാണെന്നിട്ട് മഞ്ഞിനകത്ത്. അപ്പം അത്രയും വീരമൃത്യു വരിച്ച 20 പേരുണ്ട്. പക്ഷേ അവരുടെ 40 പേര്. അന്നും പ്രധാനമന്ത്രി പറയായിരുന്നു അതിനുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞു. കാരണം ചൈന സമ്മതിച്ചേരണ്ടേ. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ നമുക്കിട്ടുണ്ടാക്കാൻ നോക്കി. പിന്നെ രണ്ടാമത് കള്ളനോട്ട് ഇറക്കി.
ഈ നരേന്ദ്രമോദി ചെയ്ത ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത് നിരോധിച്ചു. 2000 നോട്ടുകൾ എല്ലാം ഒരു രാത്രി കൊണ്ട്. കാരണം പ്രീ പ്ലാൻ ചെയ്താൽ സമയം കൊടുത്തില്ല. ഈ 2000 നോട്ട് അതായത് ഇത് നിരോധിക്കുന്ന സമയത്ത് ഏതവൻ്റെ കയ്യിൽ അംഗീകരിച്ച പൈസ ഇരിക്കുന്നു അതൊക്കെ മാറാം. ഒരു സെക്കൻഡ് ഒരൊറ്റ സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ചു. അങ്ങനെ കള്ളപ്പണമെല്ലാം പോയി. മൂന്നാമത് എന്ത് ചെയ്തു? ഇന്ത്യ കയറി ആക്രമിച്ച് ഇവിടുത്തെ ഫ്രാങ്കായിട്ട് ഒരു തുണി പൊക്കി നോക്കിയിട്ട് കൊല്ലാമെന്ന് വിചാരിച്ച് കൊന്നു. അതിനൊന്ന് റിട്ടേൺ കൊടുത്തു. പിന്നെ ഇത് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഈ കേരള ഇലക്ഷനും തമിഴ്നാട് ഇലക്ഷനും ബംഗാൾ ഇലക്ഷനും വെച്ച് തന്നെ പറയാം. ബംഗാളിൽ എന്താ ചെയ്തോണ്ട് ബംഗ്ലാദേശികളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ച് കള്ളവോട്ട് ചെയ്യിച്ച് ഗുണ്ടായുസം കൊണ്ട് അത് ബംഗ്ലാദേശല്ല ബംഗാൾ. അവിടെ എന്തായി? അവിടെ ശരിക്കുള്ള വോട്ടെടുപ്പ് നടന്നപ്പം എന്ത് ചെയ്ത് SIR ഒക്കെ വന്നിട്ട് ഈ ആരാണ് ഇന്ത്യക്കാരുടെ വോട്ടില്ലാതായത്? ഒരു ഇന്ത്യക്കാരനെയും പോയിട്ടില്ല. കാരണം എല്ലാവരും ഇന്ത്യനാണെന്ന് എല്ലാവർക്കും അറിയാം. മോദിയെ ഭയങ്കര തെറി പറഞ്ഞതിന്. പിന്നെ രണ്ടാമത് തമിഴ്നാട് ഏത് ബേസിലാണ് ഇപ്പം വിജയ് ഭരിക്കുന്നത്? നന്മ ഇതും നല്ല ഇതും ബേസിലാണെങ്കിൽ ആര് ഭരിക്കണമായിരുന്നു? DMK തന്നെ ഭരിക്കണമായിരുന്നു. അത് ഞാൻ ജാതി പറയുന്നതല്ല, ഇതൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്നതാണ്. വണ്ണാൻ ഏതാണ്ട് പറഞ്ഞ ഒരു SC ST ഒക്കെ താന്ന ഒരു ജാതിപ്പെട്ട ആളാണ് വിജയ്. ആ വിജയ് ആ കളി കളിച്ചു. 10 കൊല്ലമായിട്ട് അദ്ദേഹം സേവനം ചെയ്യുന്നു. അതിനേക്കാൾ എത്രയോ മഹാനാണെന്നറിയാം സൂര്യ എന്ന് പറഞ്ഞ നടൻ. സൂര്യ ഒന്നും നോക്കാതെ ഇലക്ഷൻ വെച്ചിരിക്കുക. ആർക്ക് സപ്പോർട്ട് ചെയ്യാതെ സൂര്യ. ഈ വിജയ് എന്നിട്ട് ആ കളി കളിച്ച് പിന്നെ ബെന്തിക്കോസുകാരും പിന്നെ അവരുടെ സഭക്കാരും ക്രിസ്ത്യനായി. അവരെല്ലാം ക്രിസ്ത്യനായി അവരുടേത്. അങ്ങനെ കളിച്ചൊക്കെ നേടി. എന്നിട്ട് സിനിമയുടെ ഡയലോഗ് സ്ക്രിപ്റ്റിൽ എനിക്ക് കൃത്യമായിട്ടറിയാം. സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ആളുണ്ട് അവിടെ. അതായത് ഓരോ പ്രസംഗത്തിൽ ഇന്ന ചെയ്യണം, ഓരോ പ്രഖ്യാപനം ഇങ്ങനെ നടത്തണം. സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നവന്മാർക്ക് അറിയത്തില്ല. അത് മുതൽവൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ അറിയാം. ഒറ്റ ദിവസത്തെ മുഖ്യമന്ത്രി ആ രീതിയിൽ എഴുതി കൊടുത്തിട്ടാണ് വിജയ് വന്ന് പറയുന്നത്. ഇതൊക്കെ പ്രാക്ടിക്കലാകുമ്പോൾ നോക്കിക്കോ. അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ കേരളത്തിൽ VD സതീശൻ എന്ന് പറഞ്ഞ ഒരാൾ ഇതായി. ഞാൻ വിചാരിച്ചു രമേശ് ചെന്നിത്തല ആകുമെന്ന്, KC വേണുഗോപാലാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അയാൾക്ക് കേരളത്തിലെ വേരുകളേക്കാൾ കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല പരിചയമുള്ള അത് ഗ്രൂപ്പുകളിൽ പോയതാണ്. പക്ഷേ മുസ്ലിം ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം ഇന്ത്യയിൽ ഒരു തരത്തിലും വേരോടാൻ പറ്റുന്നില്ല. എന്തിന്? അത് 25 കോടി, അത് 140 കോടി ജനങ്ങളിൽ 25 കോടി മുസ്ലിമുകളാണ് ഇന്ത്യയിലുള്ളത്. ആ 25 കോടിക്ക് എവിടെയും ക്ലച്ച് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു അവരെന്ത് ചെയ്തു? കേരളം തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കേരളമാണിപ്പം എന്തിനാ ഭാഗമുള്ള തീവ്രവാദ ക്യാമ്പുകളെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന VD സതീശനെ ആക്കണം. ആ VD സതീശിട്ട് പണിയാതെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ആക്കണം. ഇത് കുഞ്ഞാലിക്കുട്ടി അറിയുന്നില്ല, VD സതീശനും അറിയുന്നില്ല. കാരണം ഈ നിങ്ങളുടെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ വളർത്തും. പക്ഷേ ഇപ്പോൾ ഈ പാറ്റ ഗ്രൂപ്പില്ലേ, ഈ പാറ്റ ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്ന തന്തയില്ലാത്തവന്മാരുടെ ഫോളോവേഴ്സ്. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചാട്ടെ, എനിക്ക് ആരെങ്കിലും ഒരു 5 ലക്ഷം രൂപ തരണ്ട, അല്ലാതെ ഞാൻ ചെയ്ത് കാണിക്കട്ടെ. ഞാൻ 15 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാക്കട്ടെ. ബി ഫ്രാങ്ക്. ഇന്ത്യക്കെതിരെ നിങ്ങൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അജ്ഞാതരെ വെടിവെച്ച് കൊല്ലുന്നുണ്ടോ? ഇന്ത്യയിൽ ആരെങ്കിലും ചൊറിഞ്ഞേച്ച്? ഇന്ത്യ ചൊറിയാൻ ഒരു രാജ്യത്തിനും പറ്റുന്നില്ല. നിങ്ങൾ ചൈനയുടെ പണവും വാങ്ങി ഈ ഫോളോവേഴ്സ് മൊത്തം പാകിസ്ഥാനികളാണ്, ബംഗ്ലാദേശികളാണ്. ഈ പോയ ബംഗ്ലാദേശികൾ 25 ലക്ഷം പേരുണ്ട്. അവന്മാരെല്ലാം പാറ്റ ഗ്രൂപ്പിൻ്റെ ഇതാണ്. രക്തമില്ലാത്തവന്മാർ. രക്തമില്ലെങ്കിൽ തലച്ചോറില്ലല്ലോ. പാറ്റ എന്നാ ചെയ്യുന്നത്? കണ്ടതിന് രോഗം പടർത്തും. എന്തെങ്കിലും ഉപകാരം ഈ ലോകത്ത് ഈ ഭൂമിയിൽ ചെയ്യാത്തൊരു വർഗമാണ്. പിന്നെ ഒരു സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഇതിൻ്റെ മുന്നിൽ പാകിസ്ഥാൻ്റെ പണമുണ്ട്, ബംഗ്ലാദേശിൻ്റെ ഉണ്ട്, ഇറാൻ്റെ പണമുണ്ട്, ഇതിൻ്റെ മുമ്പിൽ പാലസ്തീൻ്റെ പണമുണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ പണമുണ്ട്, ഈ ശ്രീലങ്കയുടെ പണമുണ്ട്. അപ്പം അതൊക്കെ ചിന്തിച്ചോളാം. ഈ പാറ്റയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ വേറെ രാജ്യത്ത് കളിക്കുന്ന കളിയല്ല ഇവിടെ നോക്കുന്നത്. നിങ്ങളുടെ 25 കോടി കഴിഞ്ഞാലും 115 കോടി ഇവിടെ ഉണ്ട്. ക്രിസ്ത്യാനികളെങ്ങാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 8 കോടിയേ ഉള്ളൂ. 8 കോടിയില്ല, ഒരു 4 കോടി എങ്ങാണ്ടേ ഉള്ളൂ. അവർ നിഷ്പക്ഷത പാലിക്കും.
അതവരുടെ സത്യസന്ധത കൊണ്ടല്ല, അവരുടെ അമിത കുരുട്ടുബുദ്ധിയാണ് ഈ മുട്ടനാട് ചോര കുടിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പം ഈ നിങ്ങൾ വളർത്തി വെച്ച് ഈ പാറ്റകളെല്ലാം കൂടെ ഈ പിതൃത്വമില്ലാത്ത, കാരണം ഇൻസ്റ്റാഗ്രാമിലാണ് ആർക്കും ആരെയും തന്തയ്ക്ക് വിളിക്കാം, താകൂട്ടി വിളിക്കാം, അങ്ങനെ വിളിക്കാവുന്നതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ അഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഫേസ്ബുക്കിൽ അതെല്ലാം കാണും, യൂട്യൂബിൽ അവരുടെ ഡീറ്റെയിൽ എല്ലാം കിട്ടും, ബ്ലോക്ക് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം, അതെല്ലാം ഉണ്ട്. പിന്നെ ഇന്ത്യക്കിട്ട് കളിക്കാൻ വന്ന നിങ്ങൾ മറ്റു രാജ്യത്ത് കളിച്ച പോലെയല്ല. RSനെ കുറ്റം പറയും. ഞാൻ RSനെ പണ്ട് തൊട്ട് സപ്പോർട്ട് ചെയ്യുന്നറിയോ. ഇന്ത്യ എന്നെങ്കിലും മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടായിട്ട് വർഷങ്ങളായി. ചുമ്മാ അതിർത്തിയിലെ യുദ്ധമൊന്നുമല്ല, ഇന്ത്യയിൽ ശരിക്കും ഒരു 2 രാജ്യങ്ങളുമായിട്ട് ശരിക്കും ഒരു യുദ്ധം, ബോംബിടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും. അതിനെ തടഞ്ഞു നിർത്താൻ ഈ RSSെ കാണുകയുള്ളൂ. ഈ RSSെ കാണുകയുള്ളൂ. അതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എൻ്റെ മനസ്സാലെ അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ശരിക്കും നിങ്ങൾ വിചാരിക്കണം ഞാൻ RSകാരനാണോ, BJPക്കാരനാണോ, കോൺഗ്രസ്സുകാരനാണോ, മാർക്സിസ്റ്റുകാരനാണോ ഒന്നും പറയണ്ട. എന്നിട്ട് ഇതെല്ലാം അറിയാവുന്നവരാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. പക്ഷേ ചൈനയിലെ കമ്മ്യൂണിസം വേറെ, റഷ്യയിലെ കമ്മ്യൂണിസം വേറെ, എല്ലാം വേറെ. ഇതൊക്കെ അവർക്കറിയാം. സതീശനെ ആക്കാൻ തന്നെ മേനോൻ്റെ പേര് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് സതീശൻ്റെ മേളിൽ, ഞാനും വിചാരിച്ചു വന്ന് SNDP വിഭാഗത്തിൽപ്പെട്ടാന്ന്, അത് കൊണ്ടുവന്ന് അയാൾക്കെതിരാക്കാൻ പോവുകയാണ് ബാക്കിയുള്ളവരെ. ലാസ്റ്റ് എന്നാ കുഞ്ഞാലിക്കുട്ടി ആക്കാനോ? നിങ്ങളിവിടെ കാണിക്കുന്ന ചെറിയൊരു ഇത് ഇന്ത്യയെ തകർക്കും. ഇന്ത്യ പിന്നെ കാണില്ല. ഇന്ത്യ കാണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാകിസ്ഥാനിലെ കുറിച്ചൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അവിടുത്തെ ജീവിതാവസ്ഥ പട്ടി ജീവിതമാണ്. അവിടെ ബംഗ്ലാദേശിൽ പട്ടി ജീവിതമാണ്. നമ്മുടെ ഭിക്ഷ കിട്ടിയാണ് ബംഗ്ലാദേശും പല രാജ്യങ്ങളും, ഞാൻ എടുത്തു പറയുന്നില്ല, അതല്ലാതെ സ്വർഗം കണ്ടു പോയവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഭരണമൊന്നും നല്ലതല്ലെന്ന് പറയണ്ട, ഇല്ലേ, ഭരണമൊക്കെ നല്ലതായിരുന്നു. ഇപ്പം സതീശൻ കയറിയിട്ടുണ്ട്. മര്യാദയ്ക്ക് ജീവിച്ച, മര്യാദയ്ക്ക് ഭരിച്ച കൊള്ളാം. ഇവരുടെയൊക്കെ കൂട്ടുവെച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണം. ആർക്ക്? അതിനിടയ്ക്ക് പാറ്റ പരിപാടിയും കൊണ്ട് വന്ന തൂറോളം ഇടികൊള്ളും. നിങ്ങൾ വിചാരിക്കുന്നത് 18 മില്യനൊന്നും ഇവിടെയൊന്നും ഇല്ല. കാരണം അതൊക്കെ പാകിസ്ഥാനികളാണ് ഫോളോ ചെയ്തേക്കുന്നത്. ഇത് ഇൻസ്റ്റാഗ്രാം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടല്ലോ, കുറേ രാജ്യം, ചൈന ഒഴിച്ച്, കൊറിയ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ടൊന്നും നിങ്ങൾ നിഗളിക്കണ്ട. നിങ്ങൾ വർഗീയത വളർത്തി നിങ്ങളുടെ പ്രധാനമന്ത്രിയാകാമെന്നൊന്നും ചിന്തിക്കേണ്ട. അതൊന്നുമല്ല നേരായ വഴി. ഇന്ത്യ നല്ല രീതിയിൽ ശക്തിയിലേക്ക് പോവാണ്. പല അജ്ഞാതന്മാരും പിന്നെ ഉണ്ടാവും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയാൽ ഇന്ത്യയാണ് നശിക്കുന്നത്. ഇന്ത്യ നശിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തൊരിടത്തും പോയി ജീവിക്കാനില്ല. ഇന്ത്യയെപ്പോലൊരു രാജ്യം 186 രാജ്യങ്ങളുണ്ട്, അംഗീകരിക്കാത്തതൊക്കെ ആയിട്ട് ലോകത്ത്. അതിലേറ്റവും സുരക്ഷിതമായും ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാവുന്ന, ഏറ്റവും ഇപ്പം നിലവിൽ പട്ടിണിയില്ലാത്തതും, ഏറ്റവും നിങ്ങൾ തൊഴിലില്ലായ്മയുടെ കാര്യമൊന്നും പറയണ്ട. ഏത് ഈ ഇൻസ്റ്റാഗ്രാമിലെ നായിൻ്റെ മോനാണ് ജോലിയില്ലാത്തത്? ജോലിക്ക് വേണ്ടിയിട്ടോ 5 ആവശ്യങ്ങൾ ഉന്നയിച്ചെന്ന് പറഞ്ഞ് 5 ആവശ്യങ്ങളിൽ തൊഴിലില്ലാത്തോ? ശരി, ഞാൻ എൻ്റെ അടുത്ത് വാ, അതായത് അവൻ്റെ അഡ്രസ്സും ഡീറ്റെയിലും വീട്ടും എല്ലാം എനിക്ക് തരണം. അത് തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു 10 ദിവസം ജീവിക്കാനുള്ള കാശ് കൊടുത്തോളാം, ആഹാരം കഴിക്കാൻ. അവൻ ഫാമിലിയായിട്ട് വന്നാലും കൊടുത്തോളാം. 10 ദിവസം അവന് ജോലി കൊടുത്തോളാം. എൻ്റെ അടുത്ത് വാ, അവൻ്റെ അഡ്രസ്സും ഡീറ്റെയിലും. അല്ലെങ്കിൽ നീയൊക്കെ ഈ പാറ്റ കോപ്പ് ഫേസ്ബുക്കിൽ തുടങ്ങുക, യൂട്യൂബിൽ തുടങ്ങുക. നിനക്കൊന്നും വെല്ലുവിളിക്കുകയാണ്. വേറെ രാജ്യത്തിൻ്റെ കണ്ടിട്ട് നമ്മളെ രാജ്യത്തെ തകർക്കാൻ ഏത് ജാതിയാണേലും കൂട്ടുവെക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ.